കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയാണെന്നും ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതായി അവകാശപ്പെട്ട് ഒരു ഹിന്ദി വാർത്താ ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട്. ആ പ്രചരണം എന്താണെന്ന് നോക്കാം. സി ഹിന്ദുസ്ഥാൻ ചാനലിന്റെ വാർത്താ വീഡിയോ ആണ് പ്രചരിക്കുന്നത്. 2.5 മിനിറ്റ് ദൈർഘ്യമുള്ള റിപ്പോർട്ടിൽ ഉറുദു പത്രത്തിൽ വന്ന റിപ്പോർട്ടിനെ ആധാരമാക്കിയുള്ള ചർച്ചയാണ് നടക്കുന്നത്. കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയാണെന്നും ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ പാർട്ടി ശ്രമിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതായി അവകാശപ്പെട്ടതായാണ് പ്രചരണം. അതിലെ വാക്കുകൾ ഇങ്ങനെയാണ്. ഒടുവിൽ രാഹുൽ ഗാന്ധി ആ സത്യം രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു. കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയാണ്. ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ഉദ്ദേശിച്ചുള്ള മുസ്ലിം പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് കേട്ടിട്ടും ഉണരാത്ത ഹിന്ദുക്കൾ എത്രയും പെട്ടെന്ന് പൊന്നാനിയിൽ പോകുന്നതായിരിക്കും നല്ലത്. എല്ലാ അമുസ്ലിങ്ങൾക്കും അന്തിമ താക്കീതാണിത്. 1947 മുതൽ 2015 വരെയുള്ള കാലയളവിൽ കോൺഗ്രസ് പാർട്ടി ന്യൂനപക്ഷത്തിന് വളരാനുള്ള വളവും വെള്ളവും കൊടുത്ത് അവരെ ശക്തരാക്കി. ഇനിയും ഹിന്ദു അറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ 1921 മലബാറിൽ ഉണ്ടായതുപോലെ ഒരു ദിവസം വരാൻ വളരെ വൈകില്ല. ഇതായിരുന്നു അതിൽ പറഞ്ഞ വാക്കുകൾ. എന്നാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണമായിരുന്നു ഇത്. മാത്രമല്ല, വീഡിയോയ്ക്ക് 6 വർഷത്തിലധികം പഴക്കവുമുണ്ട്. 2018 ജൂലൈ 12 സി ഹിന്ദുസ്ഥാന്റെ ഫേസ്ബുക്ക് പേജിൽ ഇതേ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ഇൻകുലാബ് എന്ന ഉറുദു ദിനപത്രത്തിലാണ് 2018 ജൂലൈ 12 റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. സത്യത്തിൽ ഉറുദു ദിനപത്രത്തിലെ റിപ്പോർട്ട് പരിഭാഷപ്പെടുത്തിയാൽ ഇങ്ങനെയാണ് അർത്ഥമാക്കുക. അതായത്, കോൺഗ്രസ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണെന്ന് BJP പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയാകട്ടെ. കോൺഗ്രസ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ്. കാരണം മുസ്ലിങ്ങൾ ദുർബലരാണ്. കോൺഗ്രസ് എപ്പോഴും ദുർബലർക്കൊപ്പം നിലകൊള്ളുന്നു. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വളച്ചൊടിച്ച് മുസ്ലിം പ്രീണനം എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയാണ്. മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്നാണ് രാഹുൽ ഗാന്ധി പങ്കുവച്ച ആശയം. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇക്കാര്യം പറഞ്ഞത് മുസ്ലിം നേതാക്കളുമായി സാമുദായിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത ഒരു യോഗത്തിലായിരുന്നു. ഇത്തരം ചർച്ചകളൊന്നും പ്രസ്തുത യോഗത്തിൽ ഉണ്ടായിട്ടില്ലെന്നും വ്യാജ പ്രചരണമാണ് നടത്തുന്നതെന്നും ചൂണ്ടിക്കാട്ടി യോഗത്തിൽ പങ്കെടുത്ത ഇർഫാൻ ഹബീബ് എന്ന ചരിത്രകാരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ച് നടത്തുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധി തന്നെ എക്സിൽ വിശദീകരണം നൽകുകയും ചെയ്തു. സത്യത്തിൽ സംഭവം ഇത്രയുള്ളൂ. അതായത്, ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന മുസ്ലിം പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതായുള്ള പ്രചരണം തെറ്റാണ്. രാഹുൽ ഗാന്ധി 6 വർഷങ്ങൾക്ക് മുൻപ് 2018 ജൂലൈയിൽ ഡൽഹിയിൽ നടന്ന മുസ്ലിം സാമുദായിക നേതാക്കളുടെ ഒരു യോഗത്തിൽ പങ്കുവച്ച കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുകയാണ്. കോൺഗ്രസ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണെന്ന് BJP പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയാകട്ടെ. കോൺഗ്രസ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ്. കാരണം മുസ്ലിങ്ങൾ ദുർബലരാണ്. കോൺഗ്രസ് എപ്പോഴും ദുർബലർക്കൊപ്പം നിലകൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് സത്യവും.